നോമ്പുകളിൽ 3ഉം 50ഉം മാത്രം അനുതാപ നോയമ്പോ, ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഏറെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം, നമ്മൾ വീഡിയോ ചെയ്യുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളിൽ കൂടുതലായി അത് മറ്റു ചിലർ കാണുകയും അതിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം ലഭിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഈ വീഡിയോ. പല വീഡിയോ ഞാൻ ചെയ്തിടുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ മാത്രമാണ് കാണുന്നത് എന്നൊരു ചിന്ത എനിക്കുള്ളത്. എന്നാൽ അതിന് വ്യത്യസ്തമായ ആരെങ്കിലുമൊക്കെ അത് കാണുകയും അതിൻ്റെ നല്ല വശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്തെന്നില്ലാത്ത സന്തോഷം നമുക്കുണ്ട്. അതിൻ്റെ ഉദാഹരണമായി ഈ വീഡിയോയുടെ കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ പറയുകയുണ്ടായി, നൊയമ്പിൽ ഉപവാസമുണ്ട്, അതുകൊണ്ട് രാവിലെ നടത്തുന്ന കർമ്മങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞു, 3 നോയമ്പും 50 നോയമ്പും ഉപവാസത്തിൻ്റെ നോയമ്പായതുകൊണ്ട്, അനുതാപത്തിൻ്റെ നോയമ്പായതുകൊണ്ട് അന്നേ ദിവസങ്ങളിൽ രാവിലെ ഫാസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തന്നെ ഒരു മെത്രോപ്പൊലിത്ത, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം തിരുത്തി തന്നതിന് തന്നെ നന്ദി. അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ അങ്ങനെയല്ല, എല്ലാ നൊയമ്പുകളും ഉപവാസം കൂടി ചേർന്നാണ്. എല്ലാ നൊയമ്പുകളും ഉപവാസം കൂടി ചേർന്നാണ്. എന്നാൽ വളരെ നിർബന്ധമായി 3ഉം 50ഉം നൊയമ്പ് ഉപവാസം എടുത്തിരിക്കണം എന്ന് പറയുകയുണ്ട്. ഞാൻ വളരെ കൃത്യമായി അത് ചോദിച്ചു മനസ്സിലാക്കി. എല്ലാ നോമ്പുകളും ഉപവാസം എടുക്കേണ്ടത് തന്നെയാവും. നോമ്പുകളെല്ലാം ഉപവാസത്തോട് ചേർന്ന് തന്നെയാണ്, ഉപവാസവും പ്രാർത്ഥനയും ചേരുന്നത് തന്നെയാണ്. എന്നാൽ 3ഉം 50ഉം വളരെ കർശനമായി സഭ കൽപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, എല്ലാ ഞായറാഴ്ചയും കുർബാന കൊള്ളണം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെസഹ, അതിന് കുർബാന എല്ലാവരും കൊണ്ടിരിക്കണം എന്ന് പറയുന്ന പോലെയാണ്. മലങ്കര സഭയിൽ എൽദോ ശുശ്രൂഷയോട് ചേർന്നുള്ള 25 ദിവസത്തെ നൊയമ്പാണ് നമുക്കുള്ളത്. എന്നാൽ അത് 40 ദിവസം വരെ ആചരിച്ച മെത്രാപ്പൊലിത്തന്മാർ ഈ മലങ്കര സഭയിലുണ്ട്. കോപ്റ്റിക് സഭയുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് അവരത് അനുഷ്ഠിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുപോലെ തന്നെയാണ് സ്ലീഹാ നൊയമ്പും. സ്ലീഹാ നൊയമ്പ് ജൂലൈ 3 വരെ നോക്കുന്ന പിതാക്കന്മാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു വിശ്വാസ രീതികളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഒന്ന് ചെറുതായിട്ട് തിരുത്തുകയാണ്, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ പറയുകയാണ്. സഭയുടെ എല്ലാ നൊയമ്പുകളും ഉപവാസമുള്ള നൊയമ്പുകളാണ്. എന്നാൽ അത് കർശനമായി നിഷ്കർഷിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സെമിനാരിയിൽ എന്നോട് പറഞ്ഞ തിരുമേനിയോട് ഞാൻ പറഞ്ഞ, തിരുമേനി, ഞാനെങ്ങും ഒരു ആശ്രമങ്ങളിലോ ഒരു അരമനകളിലോ ഒരു തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ടൊന്നും പോയിട്ടില്ല. എനിക്ക് ആകെ അറിയാവുന്ന വൈദിക സെമിനാരി എന്താണോ എന്നെ പഠിപ്പിച്ചത്, ഞാൻ വായിച്ച പുസ്തകങ്ങൾ എന്താണോ എന്നെ പഠിപ്പിച്ചത്, അത് മാത്രമാണ് എൻ്റെ അടിസ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ വൈദിക സെമിനാരിയിൽ ഈ 13 നോയമ്പോ 15 നോയമ്പോ 25 നോയമ്പോ ഒന്നും ഉപവാസം കണ്ടിട്ടില്ല. അപ്പോൾ തിരുമേനി എനിക്ക് നൽകിയ മറുപടി ഇങ്ങനെയാണ്, അച്ഛാ, അത് ഉപവസിക്കേണ്ടവർ ഉപവസിക്കുന്നുണ്ട്, നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ നിർബന്ധമായി പറയുന്നില്ല. അല്ലെങ്കിൽ 3 നോയമ്പിനും 50 നോയമ്പിനും സെമിനാരിയുടെ മെസ് ഹോൾ പൂട്ടിയിട്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ പൂട്ടുന്നില്ലെന്നുള്ളേ ഉള്ളൂ. അച്ഛൻ ശ്രദ്ധിച്ചാൽ അറിയാം, അപ്പോഴും അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ നൊയമ്പെടുക്കുന്ന ആളുകൾ ഉണ്ട്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. 2 കാര്യങ്ങളാണ് ഇതിനകത്തൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഉപവാസം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ. മറ്റ് നൊയമ്പുകളിൽ ഉപവാസമുണ്ട്. ബുധനും വെള്ളിയും മാത്രമല്ല, മറ്റ് ദിവസങ്ങളിൽ ഉപവാസം നൊയമ്പിനോട് ചേർന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ. 2, അഭിമന്യനായ തിരുമേനിയോട്, അതേ തിരുമേനി ഞാൻ പറയുന്നില്ല, എങ്കിലും അഭിമന്യ പിതാക്കന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, നിങ്ങളുടെയൊക്കെ ശിഷ്യൻ തുല്യനേ ഉള്ളൂ ഞാൻ. അതിന് അത്രയ്ക്കുള്ള അറിവേ എനിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കിട്ടിയ അറിവ്, എൻ്റെ സഭയുടെ എന്നെ ഞാനാക്കി മാറ്റിയത് ഈ സഭയാണ്. എപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കാനൊക്കെ ഫേസ്ബുക്കിൽ. ഞാൻ ഒരു വഴക്കുണ്ടാക്കുകയല്ലേ, എന്നെ ഞാനാക്കിയത് എൻ്റെ സഭയല്ലേ. അപ്പോൾ അതിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? എനിക്കത് മറക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിന് വേണ്ടിയല്ല ഞാൻ സഭയിലായത്, സഭയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുത്തത്. അപ്പോൾ അതുകൊണ്ട്
സഭ എന്ത് പഠിപ്പിക്കുന്നു അത് പ്രചരിപ്പിക്കലാണ് എൻ്റെ ജോലി. അത് പ്രചരിപ്പിക്കുന്ന സമയത്ത് അഭിയന്തരായ പിതാക്കന്മാർ ഇത് കാണുകയും അതിന് നല്ല നിർദ്ദേശങ്ങളും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. ഞാൻ ചില വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ചിലർ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എൻ്റെ സാമ്പത്തിക വിഷയമോ അല്ലെങ്കിൽ എൻ്റെ പബ്ലിസിറ്റിയോ ഒന്നും അതിനെ ബാധിക്കില്ല. പറയുന്നത് തെറ്റാണെങ്കിൽ സഭയുടെ വിശ്വാസമാണ്, അത് തിരുത്തേണ്ട എനിക്ക് ബോധ്യമുണ്ട്, ബാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു തരുന്നതിനും അഭിയന്ത പിതാക്കന്മാരുടെ നന്ദി അറിയിക്കട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ട് എങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റോ അഡീഷനോ ഉണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് എഴുതിയിടാം. മറ്റൊരു വീഡിയോയിൽ കൂടി ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.